ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ കൃഷി ലോകം എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് പറയാൻ പോകുന്നത് വെണ്ട കൃഷിയെക്കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വെണ്ട വിത്തുകൾ മുളപ്പിച്ച് തൈകളാക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ തൈകളൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ തൈ നട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു. അപ്പോൾ 5 ഇനം വെണ്ട വിത്തുകളാണ് ഞാൻ മുളപ്പിച്ചത്. ആ 5 ഇനം വെണ്ട വിത്തുകളാണ് ഇപ്പോൾ ഇങ്ങനെ ഏകദേശം ഒരു മാസം പ്രായമായുള്ള തൈകളായിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ തന്നെ വെണ്ടകൾ പൂവിട്ട് തുടങ്ങും. ഒരു മാസം കഴിയുമ്പോഴേക്ക് തന്നെ വെണ്ടകൾ വിളവെടുക്കാനാവും. അപ്പോൾ വെണ്ടയിൽ മെയിനായിട്ട് വരുന്ന ഒരു അസുഖം എന്ന് പറയുന്നത് നമുക്ക് ഇലയിൽ വരുന്ന കീടങ്ങളാണ്. ഒന്നില്ലെങ്കിൽ ഇല ചുരുട്ടിപ്പുഴു, അല്ലെങ്കിൽ പച്ച കളറിലുള്ള പുഴു, ഇല ഇരുന്ന് തിന്നണ പുഴു. അപ്പോൾ അങ്ങനത്തെ പുഴുക്കളെ തുരത്ത് നമുക്ക് മഴയില്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് രാവിലെ വേപ്പെണ്ണ മിശ്രിതം തളിച്ചു കൊടുക്കാം. അപ്പോൾ വേപ്പെണ്ണ മിശ്രിതം ഉണ്ടാക്കുന്നതും തളിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പുഴുക്കളെ മാക്സിമം നമുക്ക് രാവിലെ പോയിട്ട് കാണുന്ന പുഴുക്കളെ അപ്പോൾ നശിപ്പിച്ച് കളയാം. അതുപോലെ വെണ്ടയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല വളം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഒരു മാസത്തിന് ശേഷം നമുക്ക് എല്ലുപൊടി അതുപോലെ വേപ്പ് പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കാം. അത് ഒരു ഗ്രോ ബാഗിന് 100 ഗ്രാം എന്ന രീതിയിൽ, അതായത് നമ്മുടെ കയ്യിൽ ഒരു പിടി എന്നുള്ള രീതിയിൽ കൊടുത്താൽ മതി. നമുക്ക് അതുമാത്രമല്ല ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടുംകാട്ടത്തിൻ്റെ പൊടിയൊക്കെ ആയിട്ട് മെയിൻ വളമായിട്ട് കൊടുക്കാം. അപ്പോൾ അടിവളമായിട്ട് ഈ ഒരു വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലുപൊടി വേപ്പ് പിണ്ണാക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വെണ്ടകൾ കായ്ക്കും. അതുപോലെ നമുക്ക് സുഡോമോണസ് ഉണ്ടെങ്കിൽ സുഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ 1 സ്പൂൺ കലക്കിയിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ കൃഷി ചെയ്യുന്നതിന് മുമ്പ് തന്നെ മണ്ണ് ട്രീറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതായത് മണ്ണ് നമ്മൾ എടുത്തിട്ട് കുമ്മായ ആണെന്നുണ്ടെങ്കിൽ 15 ദിവസം, ഡോളോമേറ്റ് ആണെങ്കിൽ 7 ദിവസം, അത് ഒരു ഗ്രോ ബാഗിന് 4-5 സ്പൂണ് ചേർത്ത് മിക്സ് ചെയ്ത് അങ്ങനെ വെക്കുക. അതിനുശേഷം ഡോളോമേറ്റ് ആണെങ്കിൽ 7 ദിവസത്തിന് ശേഷവും, അതുപോലെ കുമ്മായ ആണെങ്കിൽ 15 ദിവസത്തിന് ശേഷം നമ്മൾ ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടി ചേർത്ത് നമുക്കതിൽ തൈ നടാം. അപ്പോൾ തൈ ഒന്ന് വേരൊക്കെ പിടിച്ച ശേഷം നമുക്ക് ഡോസ് കൂടിയ വളങ്ങളായ എല്ലുപൊടി വേപ്പ് പിണ്ണാക്ക് അപ്പോൾ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് തൈ നട്ട ശേഷം ഒരാഴ്ചയോ അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വളങ്ങൾ നമുക്ക് കൊടുക്കാം. അപ്പോൾ പിന്നെ ഈ മഴക്കാലത്ത് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ശക്തമായ മഴയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ പാലക്കാടാണ് സ്ഥലം, ശക്തമായ മഴയാണ്. പക്ഷെ നമുക്ക് ഈ മഴക്കാലത്ത് നമുക്ക് വെണ്ടയ്ക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു തൈകൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, കാരണം നല്ല കരുത്തോടുകൂടിയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മണ്ണിൻ്റെ പോട്ടി മിശ്രം എന്ന് പറയുന്നത് നമുക്ക് മണ്ണും അതേ അളവിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടിയാണ് ചേർത്തിരിക്കുന്നത്. കാരണം ഇവിടെയുള്ള മണ്ണ് കുറച്ച് കട്ട കൂടി, ഓരോ ഭാഗത്തെ മണ്ണും പല ടൈപ്പ് മണ്ണായിരിക്കും. ചിലയിടത്ത് കട്ടിയുള്ളതായിരിക്കാം, കട്ടി കുറഞ്ഞതായിരിക്കാം. അപ്പോൾ നമുക്ക് അതേ അളവിൽ ചകിരിച്ചോറും കൂടി ചേർക്കുകയാണെങ്കിൽ ടെറസിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഗ്രോ ബാഗിൻ്റെ വെയിറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതേപോലെ വേരുകൾ പെട്ടെന്ന് പോവുകയും വളം വലിച്ചെടുക്കാൻ നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമുക്ക് മണ്ണ് റെഡിയാക്കി എടുക്കുന്നത് നല്ലതാണ്. വെണ്ടയ്ക്ക് എന്ന് മാത്രമല്ല തക്കാളിക്കാണെങ്കിലും വെണ്ടയ്ക്കാണെങ്കിലും നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്യാം. അതേപോലെ ഒരു 20 ദിവസം 25 ദിവസം കൂടുമ്പോൾ നമുക്ക് വളങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ നമ്മൾ തൈ നടുന്ന സമയത്ത് ഒരു 60-65% മാത്രം ഗ്രോ ബാഗ് നിറച്ചാൽ മതി. ബാക്കിയുള്ളത് നമ്മൾ ഓരോ 3 ആഴ്ച കൂടുമ്പോൾ വളവും മണ്ണും ഈ ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കഴിഞ്ഞ തവണ ഒരുപാട് പേര് വെണ്ട വിത്തുകൾ വാങ്ങിയിട്ടുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി വെണ്ട വിത്തുകൾ ആവശ്യമുള്ളവർ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങളുടെ വീട്ടിലെത്തിക്കും. അപ്പോൾ ക്യാഷ് കൊടുത്താൽ മതി. ഇപ്പോൾ ആണെങ്കിൽ 5 ടൈപ്പ് വെണ്ട വിത്തുകളുണ്ട്. അത് നമുക്ക് 95 രൂപയെ വരുള്ളൂ, പോസ്റ്റൽ ചാർജ് എല്ലാം ഉൾപ്പെടെ. അതിനൊപ്പം കുറ്റി ബീൻസ് വിത്തും ഫ്രീ ഉണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വെണ്ട വിത്ത് പോലെ തന്നെ എല്ലാത്തരം പച്ചക്കറി വിത്തുകളും ഇപ്പോൾ നിലവിൽ ലഭ്യമാണ്. അത് ഇന്ത്യയിൽ എവിടെയും നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് അയച്ചു കൊടുക്കും. ഒരു പാക്കറ്റിന് വെറും 10 രൂപ മാത്രമേ വരുള്ളൂ. പിന്നെ നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴിയായി കൊണ്ട് തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വരുന്ന സമയത്ത് പൈസ കൊടുത്താൽ മതി.